അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ മുന്നിൽ പോയിട്ട് നമ്മുടെ റസ്മിൻ ബായ് കരയുകയാണ്, പൊട്ടി പൊട്ടി കരയുകയാണ്. ബിഗ് ബോസ്, എനിക്കിവിടെ ഒന്ന് തുറന്ന് പറയാൻ സംസാരിക്കാൻ പോലും ആരുമില്ല. ഞാൻ എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ സങ്കടങ്ങൾ കേൾക്കാൻ ഇവിടെ ആരുമില്ല ബിഗ് ബോസ്, ഇവിടെ ആരുമില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റസ്മിൻ കരയുകയാണ്. അപ്പം ബിഗ് ബോസ് പറയുകയാണ്, ഞാൻ കേൾക്കാം, എന്നോട് പറയൂ റസ്മിൻ ബായ്. അങ്ങനെ റസ്മിൻ എല്ലാം പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഗബ്രി, ജാസ്മിൻ ഇവരുടെ രണ്ടാളെയും വിഷയത്തിൽ ഞാൻ ഇടപെടുന്നതുകൊണ്ട് ഇവിടെ വീട്ടിലെല്ലാവരും എന്നെ അവരുടെ കെയർ ടേക്കറായിട്ടാണ് കാണുന്നത്. ഞാൻ അങ്ങനെയല്ല, ഞാൻ അവരുടെ വിഷമങ്ങൾ കേൾക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ റസ്മിൻ ബോയ്. പക്ഷേ എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുകയാണ്. പ്രശ്നം വേറെ ഒന്നുമല്ല, ഈ ആഴ്ച പുറത്തു പോകുമെന്നുള്ള നല്ല പേടി റസ്മിനുണ്ട്. കാരണം റസ്മിന് മനസ്സിലാക്കിയിട്ടുണ്ട് പുറത്ത് നല്ല നെഗറ്റീവാണ് തനിക്കെന്നുള്ള കാര്യം. ആശുപത്രി പോയി വന്നപ്പോൾ തന്നെ ആ മാറ്റം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് പോകാതിരിക്കുക, എങ്ങനെയെങ്കിലും കുറച്ച് കരഞ്ഞാലും വേണ്ടില്ല 4 വോട്ട് കിട്ടട്ടെ എന്നുള്ള അഭിനയത്തിൻ്റെ പുതിയ തന്ത്രവുമായി റസ്മിൻ ബൈ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ ഇപ്പോൾ റസ്മിൻ അവിടെ ഇല്ല. ജിൻഡോയായിട്ട് ഇപ്പോൾ വഴക്കൊന്നും കാണില്ല. കാരണം എന്താ, ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടാണെന്നുള്ള കാര്യം റസ്മിൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ പേടിയാണ്, പുറത്ത് തനിക്ക് നെഗറ്റീവാണ് എന്നറിയാം. ഇപ്പോൾ പുറത്ത് പോയാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള പേടിയും റസ്മിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കൂടാതെ ജാസ്മിനും ഗബ്രിയും കെയർടേക്കാണെന്ന് വീട്ടുകാർ ഉള്ളു പറയുന്നുണ്ട്. സംഭവം അങ്ങനെയാണെന്നുള്ള കാര്യം പ്രേക്ഷകരും പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമല്ലേ? അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് റസ്മിൻ ബിഗ് ബോസിൻ്റെ മുന്നിൽ.